സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ, എട്ടുനോമ്പ് തിരുനാളിന് 4-ാം ദിവസമായി നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ചിത്തിരപുരം ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട അരിസ്റ്റോട്ടൽ അച്ഛനാണ്. ബഹുമാനപ്പെട്ട റെക്ടർ മൈക്കിൾ അച്ഛൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഇടവക സമൂഹത്തിൻ്റെ പേരിലും എല്ലാ സഹോദരങ്ങളുടെ പേരിലും ഇത്തിരി സ്നേഹത്തോടുകൂടി അച്ഛനെ ദിവ്യബലി അർപ്പണത്തിലേക്ക് ക്ഷണിക്കുന്നു. പ്രത്യേകമായിട്ട് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 45-ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന സ്റ്റെല്ല മേരി തൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി അർപ്പിച്ചുകൊണ്ട് ടെൻറ്റ് എക്സാമിന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട് അലോഷ്യസ് എന്ന സഹോദരൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രത്യേകമായി സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുക എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. കാരണം അമ്മ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അടയാളമാണ്. അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വീണ്ടും അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ കരുതലും സ്നേഹവും എന്നും ഉണ്ടായിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലി നമുക്ക് പങ്കുകൊള്ളാം. പ്രത്യേകമാവിധം വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരാണ് ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്നത്. പ്രത്യേകമാവിധം ബെനഫാക്ടേഴ്സിനെയും അതോടൊപ്പം തന്നെ വിൻസെൻ്റ് ഡി പോൾ അംഗങ്ങൾ സഹായിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വളരെ മനോഹരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി കടന്നു പോകുന്നത്. പാവപ്പെട്ടവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ആയിരിക്കുവാനും അവർക്ക് ദൈവത്തിൻ്റെ മുഖം ശുശ്രൂഷയുടെ ഒരു അടയാളത്തിലൂടെ കാണിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പങ്കുകൊള്ളാം. ഈ ദിവ്യരഹസ്യങ്ങൾ തക്കതായ ഒരുക്കത്തോടു കൂടി കൊണ്ടാടുന്നതിനായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പാപിനായി യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ
ദൈവത്തിനു മഹത്വം. സർവശക്തനായ ദൈവമേ, മനസ്സിന്റെയും ശരീരത്തിന്റെയും ശാശ്വതമായ ആരോഗ്യത്തിൽ അങ്ങേദാസരായ ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മഹത്വമേറിയ മാധ്യസ്ഥത്താൽ ഈ കാലയളവിലെ വിഷമതകൾക്ക് വിമുക്തരായി നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. திருத்தூதர் பவுல் கொரிந்தியருக்கு எழுதிய முதல் திருமுகத்திலிருந்து வாசகம்.
இவர்களிடம் பேசுவது போல நான் உங்களிடம் பேச முடியவில்லை. மாறாக நீங்கள் ஊனியல்பு கொண்டவர்கள் எனவும் கிறிஸ்துவோடுள்ள உறவில் குழந்தைகள் எனவும் எண்ணி பேசுகிறேன். நான் உங்களுக்கு திட உணவை அல்ல, பாலையே ஊட்டினேன். ஏனெனில் திட உணவை உங்களால் உண்ண முடியவில்லை. இப்போதும் அதே நிலையில்தான் இருக்கிறீர்கள். நீங்கள் இன்னும் உங்கள் ஊனியல்புக்கேற்பவே நடக்கிறீர்கள். ஏனெனில் பொறாமையும் சண்டை சச்சரவும் உங்களிடையே உள்ளன. நீங்கள் ஊனியல்புக்கு ஏற்ப நடந்து மனித போக்கில்தானே வாழ்கிறீர்கள். ஏனெனில் ஒருவர் நான் பவுலை சார்ந்துள்ளேன் என்றும் வேறொருவர் நான் அப்போலோவை சார்ந்துள்ளேன் என்றும் உங்களிடையே சொல்லிக் கொள்ளும்போது நீங்கள் மனித போக்கில்தானே நடக்கிறீர்கள். அப்போலோ யார்? பவுல் யார்? நீங்கள் நம்பிக்கை கொள்ள காரணமாயிருந்த பணியாளர்கள் தானே. ஆண்டவர் ஒவ்வொருவருக்கும் அருளியவாறு அவர்கள் தோண்ட ஆற்றுகிறார்கள். நான் நட்டேன், அப்போலோ நீர் பாய்ச்சினார், கடவுளை விளை செய்தார். நடுகிறவருக்கும் பெருமை இல்லை, நீர் பாய்ச்சுபவருக்கும் பெருமை இல்லை. விளைய செய்யும் கடவுளுக்கே பெருமை. நடுகிறவரானாலும் நீர் பாய்ச்சுகிறவரானாலும் ஒன்றுதான். தாம் செய்த வேலைக்கு ஏற்ப ஒவ்வொருவரும் தம் கூலியை பெறுவர். நாங்கள் கடவுளின் உடன் உழைப்பாளர்கள். நீங்கள் கடவுள் பயன்படுத்தும் தோட்டம், நீங்கள் அவர் எழுப்பும் கட்டடம். இது ஆண்டவர் வழங்கும் அருள்வாக்கு. நன்றி. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. തന്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ രൂപപ്പെടുത്തുവാൻ അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നു. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബധിരർക്ക് മോചനം പ്രഖ്യാപിക്കാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കൂടെ. ലൂക്കയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി. ശിമയോന്റെ അമ്മായിയമ്മ കലശരായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. അവൻ അവരുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവരെയെല്ലാം അവർ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി.
നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്നും പിശാചുകൾ വിട്ടുപോയി. അവൻ അവയെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവൻ അവയെ സംസാരിക്കുവാൻ അനുവദിച്ചില്ല. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിന തിരുനാൾ നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുനാളുടെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുകയാണ്. എല്ലാവരുടെയും ജന്മദിനം നാം ആഘോഷിക്കാറില്ല. ആരുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രചോദനം നൽകിയ, എന്തെങ്കിലുമൊക്കെ സന്ദേശം നൽകിയ വ്യക്തികളുടെ ജന്മദിനം മാത്രമാണ് നാം ആഘോഷിക്കുക. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ മറിയം നമുക്ക് സന്ദേശങ്ങൾ തൻ്റെ വാക്കിലൂടെ എന്നതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ പകർന്ന് നൽകിയവളാണ്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ അമ്മയുടെ ഒരു അധികാരത്തോടുകൂടെ ജീവിച്ചവളാണ്. നമുക്കറിയാം, അധികാരം എന്ന് പറയുന്നത് പലപ്പോഴും അടിച്ചമർത്തുന്നതിൻ്റെയും മറ്റുള്ളവരെ താഴ്ത്തുന്നതിൻ്റെയും ഒരു അടയാളമാണെങ്കിൽ, അമ്മ എന്നതിൻ്റെ അടയാളം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു അധികാരമാണ്. ആ അധികാരം ആരെയും അടിച്ചു താഴ്ത്തുവാനുള്ളതല്ല, മറിച്ച് താഴത്തിരിക്കുന്നവരെ മുകളിലേക്ക് കൊണ്ടുവരുവാനും പുതിയ ജീവിതമാർഗങ്ങൾ കാണിക്കുവാനുള്ള ഒരു അധികാരമാണ്. ആ അമ്മയുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കുക. ഈ കുറച്ച് സമയം അമ്മ എങ്ങനെയായിരുന്നു, എന്തുകൊണ്ട് നാം അമ്മയുടെ ജീവിതത്തെ ഒരു സന്ദേശമായി എടുക്കുന്നു എന്നതിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അമ്മ വചനത്തെ ജീവിതമാക്കി മാറ്റിയവളാണ്. സഹനത്തെ പുതിയ ഒരു വഴിയായി മാറ്റിയവളാണ്. കുറവുകളെ നിറവായി മാറ്റിയവളാണ്. ആദ്യമായി വചനത്തെ ജീവിതമാക്കി മാറ്റി എന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, മാലാഖ എന്ന് പറയുന്നുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, ദൈവം നിന്നോടൊപ്പമുണ്ട്, നന്മ നിറഞ്ഞവളാണ് എന്ന് പറയുമ്പോൾ അത് അവൾ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. എന്ന് സ്വീകരിച്ച അമ്മ ഒരിക്കലും അത് അഹങ്കാരത്തോടുകൂടെ കാണുന്നില്ല. സ്ത്രീകളിൽ ഏറ്റവും വലിയവളാണ്, ഞാൻ നന്മ നിറഞ്ഞവളാണ്, ദൈവം എന്നോട് കൂടെ ഉണ്ട്, എനിക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു മനോഭാവത്തോടുകൂടെ അവൾ ആയിരിക്കുന്നില്ല. മറിച്ച് ശുശ്രൂഷയിലേക്ക് അവൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ദൈവം കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എളിമയുടെ ഒരു മുഖം കൊണ്ട് അവൾ ജീവിക്കുവാൻ തുടങ്ങുകയാണ്. എന്നാൽ പലപ്പോഴും ഇതേ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചില പ്രശസ്തി ഉണ്ടാകുന്നു, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ലത് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു, സാമ്പത്തികമായിട്ടോ മറ്റെന്ത് രീതിയിലും കുറച്ച് ഉയർച്ച ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മുടെ മനോഭാവങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. എളിമപ്പെടുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അഹങ്കരിക്കുവാൻ നാം തുടങ്ങുകയാണ്. ആ അഹങ്കാരം പലപ്പോഴും നമ്മളെ വളർത്തുകയില്ല, വീഴ്ത്തുവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ ഈ മനോഭാവം അല്ലെങ്കിൽ ഈ മാതൃക നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. ആദ്യമേ നമുക്ക് അറിയേണ്ടതുണ്ട്, ഞാൻ ഇവിടെ ആയിരിക്കുന്നു. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ നന്മ നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കുവാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിനെ നാം എളിമയുടെ ഒരു രൂപം കൊണ്ട് അലങ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് മറിയം സഹനത്തെ പുതിയ ഒരു വഴിയായിട്ട് മാറ്റിയവളാണ്. ശിമയോൻ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് ജനം പറയുന്നുണ്ട്, നിന്റെ മകൻ പിശാച് ബാധിതനാണ്,
അവസാനമായിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിൽക്കുകയാണ്. ഈ സ്ഥലങ്ങളിലേക്കെയും ഒരിക്കലും അവൾ ദൈവത്തിനെതിരായിട്ട് പരാതി പറയുകയോ ആരെയും കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. മറിച്ച് അവൾ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നടക്കുകയാണ്. കാരണം ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നടക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള മനോഭാവവും ചിന്തയും അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രതീക്ഷയെല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ അവൾ മുമ്പിലേക്ക് നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്, കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോഴൊക്കെ അമ്മയുടെ മുമ്പിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള കാരണം തന്നെ അവൾ തൻ്റെ പുത്രൻ്റെ സഹനത്തിൽ അവന് ആശ്വാസമായിട്ട് നിന്നവളാണ്. കുരിശിൽ കിടക്കുമ്പോൾ അമ്മയെ കാണുമ്പോൾ അവന് ഒരു ആശ്വാസമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി കരയുവാൻ, എന്നോടൊപ്പം ആയിരിക്കുവാൻ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള വലിയ ആശ്വാസം അതുവരെ പുതിയ ഒരു വഴിയായിട്ട് മാറുകയാണ്. അപ്പോൾ അമ്മ നമുക്ക് പുതിയ സഹനത്തിൻ്റെ ആണെങ്കിലും അത് രക്ഷയിലേക്കുള്ള ഒരു വഴിയായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? അത് സമ്പത്ത് കൊടുത്തുകൊണ്ടല്ല, മറിച്ച് കഷ്ടത അനുഭവിക്കുന്നതോടൊപ്പം ആയിരുന്നുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാനുണ്ട് എന്ന് പറയുവാനുള്ള ഒരു മനസ്സും ഹൃദയവും നമുക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധ കന്യാകുമാരിയുടെ ജന്മദിന തിരുനാൾ ഒരു അർത്ഥമുള്ളതായിട്ട് മാറുകയാണ്. അവസാനമായിട്ട് മറിയം കുറവുകളെ നിറവുകളായിട്ട് മാറ്റിയവളാണ്. അത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും സാമൂഹികമായിട്ടുള്ള ജീവിതത്തിലും മറിയത്തിന് മാത്രം നമുക്ക് കാണുവാൻ സാധിക്കും. വചനം കേട്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ ഗർഭത്തിലേക്ക് അവൾ കടന്നു പോവുകയാണ്. അവൾക്കറിയാം എലിസബത്തിന്റെ സ്ഥിതി എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ പോകുന്നു. ആരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവൾ അവളോടൊപ്പം ശുശ്രൂഷയുടെ രീതിയിൽ അവൾക്ക് പുതിയ ഒരു ആശ്വാസം നൽകുകയാണ്. അത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മറിയത്തിൻ്റെ ഇടപെടലുകളാണ്. അതോടൊപ്പം തന്നെ കാനായിലെ കല്യാണ വിരുദ്ധനായിരിക്കുമ്പോൾ അവൾ തന്നെ പുത്രനോട് പറയുന്നുണ്ട്, ഇവർക്ക് വീര്യമില്ല, അവരുടെ കുറവ് നികത്തുക എന്ന് പറയുന്നുണ്ട്. ഇവിടെയൊക്കെയും അമ്മയുടെ ഒരു സാന്നിധ്യം മറ്റുള്ളവർക്ക് വലിയ ആശ്വാസമായിട്ട് മാറുകയാണ്. ആ അമ്മയോട് നാമം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് പല രീതിയിലുള്ള കുറവുകളുണ്ട്, അത് അമ്മ നിറവായിട്ട് മാറ്റുക തന്നെ ചെയ്യും. അങ്ങനെ ആ മാറ്റുന്ന അമ്മയോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുന്നവരുടെ കുറവുകളെ നിറവായി മാറ്റുന്ന ഒരു കഴിവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളെ കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവം നമുക്കുണ്ട്. ആ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ അമ്മയുടെ കരുതലും സ്നേഹവും നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായി സാധിക്കും. ആയതിനാൽ ഈ അമ്മയുടെ ജന്മദിന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കാര്യങ്ങളെ നമുക്ക് ചിന്താവിഷയമായിട്ട് എടുക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ കുറവുകൾ നിറവായിട്ട് മാറുവാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ സഹനങ്ങളിൽ ആശ്വാസമായിട്ട് മാറുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവവചനത്തെ എൻ്റെ ഹൃദയത്തിൽ കയറിക്കൊണ്ട് ജീവിതമായി മറ്റുള്ളവർക്ക് മാറ്റുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം പരിശുദ്ധ മറിയത്തിലൂടെ നാം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
സർവശക്തന് പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. കർത്താവേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രന്റെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്താൽ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടുവാനും എല്ലാ അപേക്ഷകളും ഫലമടിയുവാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളുടെ കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൽ പങ്കുചേർന്ന് വിസ്മയാമകനായ അങ്ങേ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യ പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണ്. എന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അകമകത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിന്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരൂപം ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുവെള്ളം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ പിതാവിനോടും വൈദികഗണത്തോടും ഒത്ത സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ ചുറ്റിലുള്ളത് ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിലും അഗ്നോടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും ഞങ്ങളുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്കും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ആലപിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സ്നേഹത്തിന്റെ സഹായത്താൽ ശക്തി പ്രാപിച്ച ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ രക്ഷിതാവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ദൈവത്തിൻ
ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നിത്യജീവിതത്തിനായി സംരക്ഷിക്കുവാനാകട്ടെ. What
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്മരണാഘോഷത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ കന്യകയുടെ മാതൃകയാൽ ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം സമുചിതം ശുശ്രൂഷിക്കുവാൻ പ്രാപ്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളുടെ കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ, ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങി തരണമേ. നിത്യസഹായ മാതാവേ, കർത്താവേ, മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ചൊക്കെ വെള്ളം വീഞ്ഞാക്കിയല്ലോ. ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാചനകളെ സ്ഥാപിച്ചു തരികയും ആത്മാർത്ഥമായി ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ശക്തിയേറിയ അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവരും മരിക്കുന്നവരെ രക്ഷിക്കുന്നവരുമാകുന്നല്ലോ. അങ്ങനെയാകുമ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകൾ വന്ന സമയത്തും ഞങ്ങളുടെ അധികാരികളുണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങളുടെ ശക്തിയും സകലവുമാകുന്നു. അനുഗ്രഹീതനായ ഞങ്ങളെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായമാകുമെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. എല്ലാവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ സഹനത്തോടെ ഞങ്ങളെ വണങ്ങുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ രക്ഷിതരാകുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരാട്ടങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ സ്വാഭാവികമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾക്ക് വിശുദ്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. കരുണാകരമായ മാതാവേ, ഞങ്ങളെ കനിയണമേ. ഞങ്ങളുടെ സഹനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിന്റെ മനസ്സെങ്കിൽ അവ സന്തോഷത്തോടെ ക്ഷമയോടുകൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓ നിത്യസഹായ മാതാവേ, ഈ മരണങ്ങളൊക്കെയും ഞങ്ങളുടെ മക്കളുടെ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും
സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസികൾക്കും ആത്മായ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മതൈക്യത്തിലും സഹോദരരെ പോലെ ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനൊത്തവിധം തങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിഞ്ഞു പോയ നവനാം ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേ. ഈ നവനാളിന്റെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നിത്യസഹായ മാതാവിലൂടെ ഈശോയ്ക്ക് മൗനമായി സമർപ്പിച്ചു. പ്രസാദപരത്തിന് നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. സഭയുടെ കൗതാശിക ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്ക് വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മിക ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതൃകയുമായ പരിശുദ്ധാമയും മധ്യസ്ഥം വഴി സന്തോഷകരവും സമാധാനപൂർണമായ കുടുംബജീവിതം ഞങ്ങളുടെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനെ ഓർത്താണ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിത്യസഹായ മാതാവിന് കൃതജ്ഞത അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശാരീരികവും മാനസികവുമായ സ്വാസ്ഥ്യമൂലം നയിക്കുന്ന അങ്ങേദാസരെ തക്കം പാർക്കണമേ. അങ്ങ് സൃഷ്ടിച്ച ആത്മാക്കൾക്ക് ശക്തിയും ജീവനും നൽകണമേ. അങ്ങനെ സഹനം വഴി ഞങ്ങൾ ബോധമുദ്രാകുകയും ശുദ്ധരാകപ്പെടുകയും അങ്ങനെ കാരണത്താൽ ഞങ്ങൾ അതിവേഗം രോഗമുക്തരാകുകയും ചെയ്യട്ടെ. ഈ ആത്മകൾ കർത്താവീശ്വരശാലി അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവീശ്വരശാല നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കാൻ അവിടെ നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടെ നിങ്ങളുടെ മുൻപിലും നിങ്ങളെ പരിരക്ഷിക്കാൻ നിങ്ങളുടെ പിന്നിലും നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളുടെ മുന്നിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ.